ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മാംഗോ ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാങ്ങ സീസണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹൽവയാണിത്. വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഞാനിവിടെ 2 മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് വരണം. ഞാനിവിടെ പൾപ്പ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇനി ഞാൻ 1 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് നെയ്യ് എടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനായി കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ആദ്യമായി നമുക്കൊരു വലിയ കുഴിയുള്ളൊരു പാന് അടുപ്പത്ത് വെക്കാം. ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോയുടെ പൾപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ 2 മാങ്ങയുടെ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇത് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാത്രം എടുക്കുമ്പോൾ ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിനുള്ളിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഇവിടെ 1 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ ഈ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു പരുവാന്തരം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് കോൺഫ്ലോർ ആയിരുന്നു ഞാൻ എടുത്തത്. അതിന് ഞാനിവിടെ 1 കപ്പ് വെള്ളമായിരുന്നു എടുത്തത്. അങ്ങനെ മുഴുവൻ വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ട കെട്ടാത്ത രീതിയിൽ ഞാൻ കറക്റ്റ് ഇതായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മാംഗോ പൾപ്പ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. മാംഗോയുടെ പൾപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരിക്കലും ഇത് മുഴുവനായി ഒരുമിച്ച് ഒഴിക്കരുത്. കുറേശ്ശെയായി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഇങ്ങനെ കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്ക് നിർത്താനേ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം.
ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയായിരിക്കും. അപ്പം ഏകദേശം ഒരു 10-15 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ എത്തിയിരിക്കുകയാണ്. പാനിൽ നിന്ന് എനിക്കിവിടെ ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ടതില്ല. ഇനി ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നട്ട്സ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ നട്ട്സൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ ചെറിയ എമൗണ്ടാണ് കാണിച്ചിരിക്കുന്നത് ഹൽവയുടെ. ഞാനിവിടെ 2 മാങ്ങ വെച്ചുള്ള ഒരു ചെറിയ എമൗണ്ട് ഹൽവ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എമൗണ്ട് കൂടിയ ഹൽവയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ സാധനങ്ങളുടെ എമൗണ്ടൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാവും. ഇവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതുപോലെ ഞാനൊരു ചെറിയ ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഹൽവയുടെ ഇത് കുറേശ്ശായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഹൽവ മുഴുവൻ നമുക്ക് ഈ ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഈ തവി വെച്ച് അതൊന്ന് സെറ്റാക്കി വെക്കുകയാണ്. സെറ്റാക്കി വെച്ച് ഏകദേശം 2 മണിക്കൂർ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷമുള്ള ഹൽവയാണിത്. ചൂടൊക്കെ മാറി നല്ല സെറ്റായിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ടുള്ള മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.